ഹലോ ഗായ്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒന്ന് തിരുവോണമാണ്. അമ്മ വീട്ടിൽ പൂക്കളം ഇട്ടിട്ടുണ്ട്. അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാനത് പോയിട്ട് കണ്ടു. അമ്മ സൂപ്പറായിട്ട് പൂക്കളം ഇട്ടിട്ടുണ്ട്. അത് അവർ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ കണ്ടിട്ട് വീട്ടിലേക്ക് വന്നു. അപ്പോൾ തിരുവോണമായിട്ട് രാവിലെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് കാര്യമായിട്ടുള്ള പണിയൊന്നുമില്ല കേട്ടോ. ചോറ് വെക്കണം, അത് മാത്രമേ ഉള്ളൂ. ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ അത് മാത്രമേ ഉള്ളൂ പണി. കറി അവിടുന്ന് അമ്മ തരുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാരണം കൊണ്ട് കറി വയ്ക്കേണ്ട പരിപാടിയില്ല. അപ്പോൾ രാവിലെ അമ്മ നല്ല ചൂട് പുട്ടും ചൂടായിട്ട് ഉള്ള പഴം പുഴുങ്ങിയതും കൊണ്ടുവന്ന് വന്നിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ കുളിച്ച് വരിക, അത് കഴിക്കുക, അതാണ് പരിപാടി. അപ്പോൾ നമുക്ക് ക്ലാസ്സിക്ക് പോകണം. അവിടെ പോയിട്ട് പൂക്കളൊക്കെ ഇടാനുണ്ട്. അപ്പം ഇനി അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അമ്മ, തിരുവോണമായിട്ട് കഷ്ടപ്പെട്ട് പണിയെടുത്ത് ക്ഷീണിച്ചിട്ട് വന്ന് നിൽക്കുന്നുണ്ട് എൻ്റെ അനിയത്തി. അമ്മ പോയി ജോലിക്ക്, അമ്മയ്ക്ക് ഇന്ന് ലീവില്ല. അപ്പോൾ ഒന്ന് എന്തൊക്കെ ഉണ്ടാക്കിയത്? ചോറ് വെച്ചു. അമ്മ എന്തൊക്കെ കൊണ്ടുണ്ടാവും? സാമ്പാർ കൊണ്ടുണ്ടാവും, അവിയല്. ഇനി എന്തൊക്കെ പെൻഡിങ്ങിലുണ്ട് ഉണ്ടാക്കാൻ? കാളൻ, എരിശ്ശേരി, പായസം. അപ്പൊ അമ്മ ഇന്നലെ പയറൊക്കെ മേടിച്ചു കൊണ്ടുവന്നു എരിശ്ശേരി വയ്ക്കാൻ. അതെ, എരിശ്ശേരി വയ്ക്കാൻ പയറ് മേടിക്കാൻ മറന്നതായിട്ട് അമ്മയും മോളും കൂടിയിട്ട് അടിയായിരുന്നു. ഇവര് കണ്ണു തെറ്റിക്കഴിഞ്ഞ ശത്രുക്കളെ പോലെ ഫുൾ ടൈം അടിയാണ്. ചിരിച്ചിരിക്കുന്ന അവസരങ്ങൾ കുറവാ. പക്ഷെ ചില നേരത്ത് കാണാൻ അടയി ചക്കരയും പോലെ ഇരിക്കണം, ചില നേരത്ത് ബദ്ധശത്രുക്കളെ പോലെ ഇരിക്കും. അപ്പം ഞാൻ ഹാപ്പി ഓണം പറയാൻ പോവാണ് കേട്ടോ. ഹാപ്പി ഓണം എന്നുള്ളത് ഒരുമിച്ച് പറയണേ, ഓക്കെ? അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ഓണം. നല്ല മാച്ചടി, എന്തൊരുപോലെ പറഞ്ഞെന്നറിയോ? ഒന്നുകൂടിട്ടാ. ഹാപ്പി ഓണം എന്നുള്ളത് ഒരുമിച്ച് പറയണേ. എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ഓണം. സെറ്റ് ഇപ്പം സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോവുകയാണ്. ഞങ്ങൾ ഒരുപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടേക്കണം കേട്ടോ. അത് ചെറിയൊരു കളർ വ്യത്യാസമുണ്ട്, ചെറുതായിട്ട് തയ്ച്ചൽ വ്യത്യാസമുണ്ട്. ഇത് ഞാൻ തയ്ച്ചിട്ടുള്ളതാണ് കേട്ടോ. അവൾക്ക് ഒരു ചേച്ചി തയ്ച്ചു കൊടുത്ത, അവൾക്ക് തയ്ക്കാനൊക്കെ അറിയാം, പക്ഷെ തയ്ക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് കണ്ട വാരും കിട്ടണമെങ്കിൽ ചാൻസ് നമ്മൾ വെറുതെ കളയാൻ പാടില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കട്ടെ. ഓക്കെ, ബൈ പറയടി. ബൈ. അങ്ങനെ ഞാനിവിടെ ക്ലാസ്സിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ശങ്കരേട്ടൻ പൂവൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ, പൂക്കളം ഇടാനായിട്ട്. അപ്പം അത് സെറ്റ് ചെയ്യണം. ഇന്നലത്തെ പൂക്കളം ഒക്കെ കളഞ്ഞ് വൃത്തിയാക്കണം. കണ്ടോ? അതൊക്കെ ക്ലിയർ ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷം വേണം പുതിയ പൂക്കളം ഇടാൻ. അതിന് മുന്നേ വിളക്ക് വയ്ക്കണം. അപ്പോൾ വിളക്ക് വയ്ക്കട്ടെ കേട്ടോ. അങ്ങനെ വിളക്കൊക്കെ വെക്കൽ കഴിഞ്ഞു. പൂവുണ്ടായിരുന്നു, അപ്പോൾ അത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടേക്കാന്ന്. അപ്പോൾ തന്നെ ശങ്കരേട്ടൻ വന്നിട്ടോ. കാലത്ത് ഞാൻ തൈര് വാങ്ങുന്നതിനെ മറന്നു. അപ്പോൾ തൈര് വാങ്ങാൻ വേണ്ടി നടന്നു. ഞാൻ എന്ത് രസം നടക്കാനൊക്കെ നല്ല സമാധാനം വേണം. അടിപൊളിയായിട്ട് നടന്നു പോയി. അപ്പോൾ വീടിൻ്റെ അവിടെ കണ്ടതാണ് ഈ സാധനം, ഈ പൂവ്. അപ്പോൾ ഞാനത് പൊട്ടിച്ചു. പിന്നെ മുക്കുറ്റി പൂവ്. ഇത്രയും പൂവ് വൃത്തിയാക്കി വേർതിരിച്ചതാരാ? ഇതൊക്കെ വേർതിരിച്ച് വെച്ചതാരാ? രമ്യ. ഇപ്പൊ വന്നിട്ട് ലാസ്റ്റ് ഈ സംഭവം മാത്രം വേർതിരിക്കുന്നതാരാ? ഏറ്റവും ബുദ്ധിമുട്ടുള്ള പൂക്കളാണ് ഞാനിവിടെ വേർതിരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ തന്നെയാണ് ഹൈലൈറ്റ്. താങ്കൾ തന്നെയാണ് ഹീറോ. പക്ഷെ ഷർട്ട് ഇട്ടിട്ടില്ലെന്ന് മാത്രം ഹീറോ. സാമ്യാരുടെ പോലെ ഇരിക്കണ. അങ്ങനെ ഞങ്ങൾ ഓരോ സെക്ഷൻ പൂവായിട്ട് വൃത്തിയാക്കി. അത് ഏകദേശം ഒരു തീരുമാനമായി കേട്ടോ. ലാസ്റ്റാണ് തിരുവോണം പൂക്കളിടുന്നത്, ലാസ്റ്റ്. ഇനി അടുത്ത കൊല്ലം യോഗ ഉണ്ടെച്ചെങ്കിൽ അടുത്ത കൊല്ലം പൂടാൻ പറ്റുള്ളൂ. ചേട്ടൻ്റെ മോൾക്ക് ഈ എന്താ പറയാ, തുമ്പപ്പൂവ് എന്താന്ന് അറിയില്ല. തുമ്പപ്പൂവ് മുക്കുറ്റിപ്പൂവ് അറിയില്ല. ആർക്ക് ഗൗരിക്ക് അറിയില്ല. ഞാന് കാണിച്ചു കൊടുത്തു ഒന്ന് പോയിട്ട്. ഇതാണ് തുമ്പപ്പൂവ്. ഓണക്കാലത്ത് പൂക്കളിടുമ്പോ ഈ പൂക്കളത്തിലെ രാജാവാണ് ഈ പൂവ്. മഹാബലി തമ്പുരാന് ഏറ്റവും ഇഷ്ടമുള്ള പൂവാണ് തുമ്പപ്പൂവ്.
പിന്നെ അതുപോലെ തന്നെ മുക്കുറ്റിപ്പൂവ്, തുമ്പപ്പൂവാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പൂവ്. പിന്നെ അതുപോലെ തന്നെ മുക്കുറ്റിപ്പൂവ് കാലത്താണ് പൊട്ടിക്കുക, തുമ്പപ്പൂവ് വൈകിട്ട് തലേ ദിവസം വൈകിട്ട് പൊട്ടിച്ച് വെക്കാന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ എന്ന് പറഞ്ഞിട്ട് ഒന്നും അറിയില്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു നടക്കണ്ടേ, നമുക്ക് കിട്ടിയ അറിവുകൾ അവർക്ക് പകർന്നു നടക്കണ്ടേ. തീർച്ചയായും. അങ്ങനെ ആളുടെ വലിയൊരു കഥയും ക്ലാസ്സും ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ വേഗം തന്നെ ആ പൂവൊക്കെ വൃത്തിയാക്കി പൂക്കളിടാനുള്ള ഒരു സെറ്റപ്പിനായിട്ട് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ മാർക്കർ എടുക്കണം, അടുത്തോ ഡിസൈനൊക്കെ വരയ്ക്കാമല്ലോ. ഇതുവരെയുള്ള 9 ദിവസത്തെയും ഡിസൈനർ ഞാനായിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരു ദിവസത്തെ ഡിസൈനർ ഞങ്ങളുണ്ടായിരുന്നു. ലാസ്റ്റ് തിരുവോണത്തിൻ്റെ ഒന്ന് വന്നിരിക്കുന്നുണ്ട് കേട്ടോ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്ര ദിവസം ഇല്ലാത്തൊരു ശുഷ്കാന്തി. ഇനി ഈ കൊല്ലത്തെ ഓണം കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഇവിടെ ആണെങ്കിൽ ഉടുക്കത്തെ വെയില, അവിടെ ഇരിക്കാൻ എളുപ്പമല്ല. പൂവ് ഇട്ട് വരുമ്പോഴത്തേനും നമ്മുടെ പണി തീരുന്നു മാത്രമല്ല പൂവ് വാടുകയും ചെയ്യും. രാവിലെ തൊട്ടേ ഒരു 8 മണി തൊട്ടിട്ട് തന്നെ ഇവിടെ നല്ല വെയിലുണ്ടാവുക. കണ്ടോ ആ സൈഡിൽ നിന്ന് അടിക്കണ വെയിൽ കംപ്ലീറ്റ് ഇങ്ങോട്ടുണ്ട്. ഇനി ഇവിടുത്തെ വെയിൽ മാറണമെങ്കിൽ 10 മണി കഴിയും. അപ്പോൾ തന്നെ പൂക്കളാടാനുള്ള ടൈമും കഴിയും. മാർക്കർ മൊത്തം ഒന്ന് തീർക്കും തോന്നുന്നുണ്ട് വരച്ചിട്ട്. ഞങ്ങൾ ന്യൂ ജനറേഷൻ ആൾക്കാരായ കാരണം കൊണ്ട് ചോക്കൊന്നല്ല മാർക്കർ വെച്ചിട്ടാ പൂക്കളം ഡിസൈൻ ചെയ്യണത്. വീണ്ടും ഡയമണ്ടാ അപ്പം രസം ഉണ്ടാവില്ല. അത് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കി നോക്ക്. അപ്പോൾ ഡിസൈനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊന്ന് ഫിനിഷ് ആയതിന് ശേഷം ഞാൻ ഇനി അടുത്തത് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഡിസൈനൊക്കെ വരച്ച് ഒരാൾ പൂക്കളം ഇടാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വെയിലത്തെ ഡിസൈൻ എന്താണെന്നുള്ളതൊന്നും വീഡിയോയിൽ കറക്റ്റായിട്ട് കാണാനില്ല കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഞാൻ ഈ പൂക്കളം ഇട്ട് ഫിനിഷ് ആവുന്ന സമയത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് പൂക്കളം ഇടുന്നത് ശങ്കർലാലാണ് അല്ലേ? ആ വീരത്ത് വളപ്പിൽ ശങ്കർലാൽ ആളുടെ തറവാട്ട് പേര് കൂട്ടി പറയാണ്. ഹെവി സ്കിൽഡ് മാൻ അത്ര ആളെന്നെ ഉണ്ടത് പറയണത്. സ്വയം പൊക്കിയാണോ താങ്കൾ SP? അപ്പൊ ഇന്ന് ഞാൻ കാഴ്ചക്കാരിയാണ്. ആള് ഡിസൈൻ ചെയ്യട്ടെ പൂക്കളം മൊത്തം. അങ്ങനെ അതിവിദഗ്ധമായി ശങ്കരേട്ടൻ്റെ പൂക്കളം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അടിപൊളിയുണ്ട് കേട്ടോ സാർ. ഞാൻ എത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സൂപ്പറായിട്ട് ഡിസൈൻ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം ആള് ഡിസൈനൊക്കെ നന്നായി ചെയ്തു. പക്ഷെ അന്ന് പൂക്കൾ ശരിക്കും ഉണ്ടായിരുന്നില്ല. അത് കാരണം കൊണ്ട് അത് നൈസായിട്ട് കൊളായുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ പൂക്കൾ ഒരു രക്ഷയില്ല, അടിപൊളിയുണ്ട്. ഇവിടുത്തെ ചൂട് കൊണ്ടിട്ട് ആ പൂവൊക്കെ വാടി കണ്ടോ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചതുരപ്പൂക്കളായുണ്ട് അത് വട്ടപ്പൂക്കളാക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. വെയിൽ കൊണ്ട് ഒരു കുളിയും കൂടിയും കഴിഞ്ഞു. ഞാൻ ഈ വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ പണി തീരും. എനിക്ക് തലവേദന തല്ലി കളഞ്ഞാൽ പോവില്ല. അത് കാരണം കൊണ്ട് ഞാൻ നൈസായിട്ട് മുങ്ങി. അങ്ങനെ പൂക്കളിടലൊക്കെ കഴിഞ്ഞു. പക്ഷെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ആ വെയിലത്തിരുന്നിട്ട കാരണം കൊണ്ട് പൂവൊക്കെ പെട്ടെന്ന് തന്നെ വാടിപ്പോയായിരുന്നു കേട്ടോ. ഇതാണ് ശങ്കരേട്ടൻ്റെ ഓണക്കോടി. ഇതാരെടുത്തെന്താ? ആര്? അനിയൻ്റെ പ്രസൻ്റ് ഓണക്കോടി. അടിപൊളിയുണ്ട് അല്ലേ? ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ശങ്കരേട്ടനെ ഈ ഡ്രസ്സിൽ കണ്ടിട്ട്. പ്രോഗ്രാമിനൊക്കെ പോകുന്ന സമയത്താണ് ഇങ്ങനെ വെൽ ഡ്രസ്സിലൊക്കെ നടന്നിരുന്നത് അല്ലേ? ഇപ്പോൾ ഫുള്ള് ലോക്കൽ ഡ്രസ്സിലാ. തിരുമ്പി വരും. പിടിച്ചാ കിട്ടണ്ടാവണ്ട. എവിടെ പോവാ? എവിടേക്കേലും പോവാല്ലേ? എവിടേക്കേലും പോവാണോ? ചാവി ബാത്റൂമിൻ്റെ ഡോർമ. അത് കാണാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുക്കണേ. ശങ്കരേട്ടൻ്റെ സിനിമാറ്റിക് ഫ്രീ ഉണ്ടാവും നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ. എന്താ വേണ്ട, താങ്കളുടെ ഇഷ്ടം. ശങ്കരേട്ട അവിടുത്തെ ലോട്ടറി കടയിൽ നിൽക്കണ്ട കേട്ടോ. ഇനി അവിടെ വല്ല ഭാഗ്യ പരീക്ഷണം ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോവും. ആൾ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ട് പോയതാ. അപ്പോൾ അവിടുത്തെ പമ്പുകളൊന്നും തുറന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ തിരിച്ച് വന്നിട്ട് ലോട്ടറി കടയിൽ കയറി നിൽക്കുന്നുണ്ട്. വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടാവുമോ എന്നറിയില്ല.
ആളവിടെ നിൽക്കണ്ട. എൻ്റെ വീഡിയോ ഇപ്പോൾ സൂം ചെയ്താലും ഫോണിന് വലിയ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് മനസ്സിലാവില്ല. അപ്പോൾ അത് കാരണം അങ്ങനെ പിടിച്ചാണ് കേട്ടോ. വലിയ കാര്യത്തിൽ വീട്ടിൽ നിന്ന് നന്നായി മേക്കപ്പൊക്കെ ചെയ്ത് വന്നതാണ് കേട്ടോ. പക്ഷേ ഇവിടെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തലവേദനിച്ച് തുടങ്ങി. അപ്പം ഞാൻ മുഖമൊക്കെ കഴുകി ലാസ്റ്റ് ഐലൈനർ കൊണ്ട് ഐലൈനർ ഇല്ല, അതുകൊണ്ട് ഒരു പൊട്ട് കുത്തിയതാണ് ഈ കാണുന്നത്. അതും കുറച്ച് കഴിഞ്ഞ് അതും മാച്ച് കളയേണ്ടി വരും. പുറത്തേക്ക് അടിക്കാനും പോകുമ്പോൾ ഒരു പൊട്ട് പോലും കുത്താണ്ട് പോകണത് മോശമല്ലേ. ശരിക്കും നല്ല തലവേദന ഉണ്ട്. പോയി വരുമ്പോഴത്തേന് എന്താവെന്ന് അറിയില്ല. ഭാഗ്യ പരീക്ഷണക്കാരൻ വരുന്നുണ്ട്. ആ, അങ്ങനെ നമ്മൾ ഇതേ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തയ്യൂരാണ്. അപ്പോൾ വെലങ്ങുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ പോയിട്ടില്ല, കണ്ടിട്ടില്ല. അപ്പോൾ അവിടെ കാണാൻ ഒത്തിരി സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളത് കാണാത്ത സ്ഥലങ്ങൾ കാണാൻ പോകണമല്ലോ. നോക്കുമ്പോൾ അവിടെ ക്ലോസ് ചെയ്തേക്കായിരുന്നു. ചുമ്മാ പോയി നാണം കിട്ടുമെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ റോഡാണെങ്കിൽ ഭയങ്കര മോശം. പക്ഷെ അവിടുത്തെ ആ വഴിയിലത്തെ ബിൽഡിങ്ങുകളൊക്കെ കണ്ട് കഴിഞ്ഞാൽ ശരിക്കും കണ്ണ് ബൾബാവും. ഞങ്ങൾ ഭയങ്കര അതിശയത്തോട് കൂടിയിട്ടാണ് കേട്ടോ അതൊക്കെ കണ്ടതും വീഡിയോ എടുത്തതും. നമ്മുടെ എലൈറ്റിൻ്റെ എന്തോ ഒരു ബിൽഡിങ്ങാണ് ഇത് കാണുന്നത്, എലൈറ്റ് കമ്പനിയുടെ. അതിൻ്റെ ഫ്രണ്ടിൽ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയതാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു. പക്ഷെ നമ്മൾ തളരരുത് രാമൻകുട്ടി, നമ്മൾ കുറച്ച് അപ്പുറത്ത് നമ്മുടെ ശോഭ സിറ്റി മോൾ ഉണ്ടായിരുന്നു, നമ്മൾ അവിടേക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, അപ്പോൾ പോയി കണ്ടു നോക്കി നോക്കാം. ചിലപ്പോൾ ഇവിടെ കടകളൊന്നും ചിലപ്പോൾ തിരുവോണമായതുകൊണ്ട് ഓപ്പൺ ആവില്ല എന്നാണ് ശങ്കരേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾ ചെന്ന് കണ്ടപ്പോൾ ശരിക്കും വിലങ്ങുകുന്ന് പോവായിരുന്നു വെച്ചെങ്കിൽ ഇവിടെ വരില്ലായിരുന്നു. പിന്നീട് എപ്പോഴെങ്കിലും പോകുമായിരിക്കാം. ഞങ്ങൾ മുന്നേ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും ഇങ്ങനെ ശോഭ സിറ്റി പോകുമ്പോൾ പോയി കാണാനൊക്കെ ഒത്തിരി ഉണ്ട്, അപ്പോൾ നമുക്ക് പോകണം ഒരു ദിവസം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് വിലങ്ങുന്ന് പോവുമായിരുന്നെങ്കിൽ ഇത് നമ്മൾ കാണില്ലായിരുന്നു. അവിടെ പോവാത്ത പക്ഷം ഇത് കാണാൻ പറ്റി. അത് കണ്ടില്ലെങ്കിൽ ഒരു ഒത്തിരി മിസ്സായേനെ. കാരണം നമുക്ക് ലൈഫിൽ നമ്മളിങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. ഇവിടെ ശങ്കരേട്ടനൊക്കെ ഇവിടെ പ്രോഗ്രാമിനൊക്കെ വന്നിട്ട് അവർ പ്രോഗ്രാമിൻ്റെ ഫീൽഡിലുണ്ടായിരുന്ന സമയത്ത് വന്നിട്ട് പ്രോഗ്രാമൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ കണ്ടിട്ടുണ്ട്. ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. കണ്ടിരിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. ഞാൻ ശരിക്കും ഓരോ കാര്യങ്ങളും വളരെ അത്ഭുതത്തോടും ആശ്ചര്യത്തോടും കൂടിയിട്ടാണ് കണ്ടിരുന്നത്. അവിടെ ഒരു കുളമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അവർ. അപ്പോൾ ഒരുപാട് നല്ല തിരക്കുണ്ട്. ഫോറിനേഴ്സും പിന്നെ നമ്മൾ സാധാ മലയാളികളും ഒക്കെ ഉണ്ട്. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പൂള് പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബിൽഡിങ്ങുകളൊക്കെ കണ്ടിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്തം വിട്ടിട്ട് ഇങ്ങനെ നിൽക്കായിരുന്നു ഞാൻ ഇതൊക്കെ കണ്ടിട്ട്. ഞാൻ കുറച്ചധികം ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് വരിക. അപ്പം നമ്മുടെ ലൈഫിൽ കിട്ടുന്ന ഓരോരോ മൊമെൻറ്റ്സ് നമ്മൾ ഫോട്ടോ എടുത്ത് വെക്കാറുണ്ട്. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറി എനിക്കിവിടെ ഭയങ്കര പേടിയുള്ളൊരു സംഭവം ഉണ്ട് കേട്ടോ, എസ്കലേറ്റർ. എനിക്കിപ്പോഴും അത് കയറാൻ വേണ്ടി ഭയങ്കര പേടിയാണ്. അപ്പോൾ താഴെ നോർമൽ സ്റ്റെപ്പ് ഉണ്ടെന്ന് നോക്കിയപ്പോൾ അവിടെ നോർമൽ സ്റ്റെപ്പൊന്നും കണ്ടില്ല. അപ്പോൾ അതിൻ്റെ മുകളിൽ തന്നെ കയറേണ്ടി വന്നു. അപ്പം നമ്മുടെ മഹാബലി തമ്പുരാൻ നിൽക്കുന്നുണ്ട്. ആളുടെ അടുത്ത് നിന്നിട്ടും ഒരു 4-5 സെൽഫി ഇങ്ങോട്ട് എടുത്തു. പിന്നെ നോർമൽ ഫോട്ടോസ് എടുത്തു. അപ്പോൾ അവിടെ 2 ചേച്ചിമാർ വന്നിട്ടുണ്ടായിരുന്നു. അവർ ഫോട്ടോ എടുത്ത് തരുമെന്ന് ചോദിച്ചു. പിന്നെന്താ, ഫോട്ടോ എടുത്ത് തരാമല്ലോ, അതൊരു ചിലവുള്ളൊരു കേസൊന്നുമല്ലല്ലോ. അപ്പം ഞാൻ അവർക്ക് 2-3 ഫോട്ടോ ഒക്കെ എടുത്തു കൊടുത്തു. അപ്പോൾ ഒരു ബായൊക്കെ പറഞ്ഞിട്ട് പോയിട്ടോ. അപ്പം ഞങ്ങൾ ഓരോ കടകളായിട്ട് കയറി ഇറങ്ങി കാണാൻ വേണ്ടി നടക്കുകയാണ്. സത്യം പറഞ്ഞ കയ്യിൽ പൈസയൊന്നുമില്ല, ചുമ്മാ കാണാം എന്നുള്ള രീതിയിൽ കയറിയതാണ്. നമുക്ക് ഇവിടെയൊക്കെ പോകണം വെച്ചെങ്കിൽ അത്യാവശ്യം പൈസയൊക്കെ കൈപിടിച്ച് പോകണം. അതിനുള്ള സാമ്പത്തിക സ്ഥിതി ഒന്നും നമുക്കില്ല. നമുക്ക് കാണാമല്ലോ. അപ്പോൾ അവർ കയറി ചെല്ലുമ്പോൾ തന്നെ ചേട്ടാ ചേച്ചി അങ്ങനെ ഓഫറുണ്ട് ഇങ്ങനെ ഓഫറുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാറ്റിനും തലാട്ടിയിട്ട് ഓഹോ ആഹാ അങ്ങനെയുള്ളൊരു ഇതാണ് കേട്ടോ. പക്ഷെ അവിടെ കണ്ട ഒരുപാട് സാധനങ്ങൾ നമ്മളതിനെ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രേരിപ്പിക്കും. പക്ഷെ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ കണ്ട് കൊതിച്ചിങ്ങനെ പോരും. അപ്പോൾ ഒരാളവിടെ ഷൂ ഒക്കെ നോക്കുന്നുണ്ട് കേട്ടോ, ചുമ്മാ നോക്കുന്നതാണ്. എന്നിട്ട് ആളെൻ്റെ അടുത്ത് പറഞ്ഞു പൈസയൊക്കെ ഉള്ളപ്പോൾ അവിടെ വന്നിട്ട് എടുക്കണം, അടിപൊളി ഷോപ്പാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നോർമൽ ചെരുപ്പുകളും നല്ല ഭംഗിയുള്ള ചെരുപ്പുകളും പിന്നെ കുഞ്ഞു മക്കളുടെ ഷൂ ഒക്കെ കണ്ട് ഞാനവിടെ. അപ്പോൾ ഞാനതൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കണ സമയത്താണ് കേട്ടോ ഇരിക്കുന്നത് കണ്ടത്. അങ്ങനെ ഞങ്ങൾ വീണ്ടും അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളും 2 സാധനങ്ങൾ മേടിച്ചായിരുന്നു കേട്ടോ കുറേ അങ്ങനെ അങ്ങോട്ട് നടന്നപ്പോൾ. അപ്പോൾ ആളിൻ്റെ അടുത്ത് പറയാണ് ഞാൻ വേണമെങ്കിൽ വീഡിയോ എടുത്ത് തരാം കേട്ടോ എന്നൊക്കെ. കുറച്ച് അപ്പുറത്ത് ടോയ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ചേട്ടൻ ടോയ്സ് വേണം എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ഞങ്ങൾ ആർക്ക് ടോയ്സ് മേടിച്ച് കൊണ്ടുപോകാനാ, ഒന്നാമത്തത് പൈസ ഇല്ല, പിന്നെ എന്ത് മേടിച്ച് കൊണ്ടുപോകാനെന്നുള്ള രീതിയിൽ ഞങ്ങൾ ചുമ്മാ തലയാട്ടി ചിരിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു.
പിന്നെ ഞങ്ങൾ കണ്ടൊരു സംഭവമാണ് ഇത്. എന്താ പറയുക, ഭയങ്കര ഒരു സന്തോഷവും അതിശയവും ഒക്കെ തോന്നിയായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു ഇവിടെ ഇരിക്കുന്ന സംഭവങ്ങളെല്ലാം തന്നെ കാണാൻ. കുഞ്ഞു കുഞ്ഞു അളക്കുകൾ, പണ്ടത്തെ പാത്രങ്ങൾ, അതുപോലെ മൃഗങ്ങൾ, വണ്ടികൾ എല്ലാം ഈ ഒരു സംഭവത്തിൽ ഉണ്ടാക്കിയിട്ട് അവരവിടെ വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. വള, അതുമാതിരി ആമ, പിന്നെന്താണ് കുഞ്ഞു കുഞ്ഞേ മൃഗങ്ങളുടെ സംഭവങ്ങൾ അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വീഡിയോയിൽ കാണുമ്പോൾ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ, പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഒരു ഫീലാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഒരു പക്ഷേ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടായിരിക്കാം കേട്ടോ. അല്ലെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര രസം തോന്നുന്നില്ലേ? അഞ്ചനപ്പെട്ടി, മറ്റേ മുളകും പൊടിയും മല്ലിപ്പൊടിയും മസാലകളൊക്കെ ഇട്ട് വയ്ക്കുന്ന. അങ്ങനെ ഞങ്ങൾ വീണ്ടും അതിൻ്റെ ഉള്ളിൽ ഓരോരോ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് ഡ്രസ്സിൻ്റെ സെക്ഷനാണ് കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ മോഡേൺ ഡ്രസ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഇടണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. അങ്ങനെ ഞങ്ങൾ നോക്കുന്ന സമയത്ത് ഒരു കടയിൽ തുണികൾ മടക്കി വെച്ചേക്കണ കണ്ടു കേട്ടോ. ഭയങ്കര രസമുണ്ടായിരുന്നു. ഞാൻ ഈ എസ്കലേറ്ററൊക്കെ കയറിയിട്ട് തന്നെയാണ് കേട്ടോ വന്നത്. ഒറ്റയ്ക്കല്ല, ശങ്കരേട്ടൻ്റെ കൂടെ ഞാൻ കയറിയത്. എനിക്കിത് ഭയങ്കര പേടിയാണ്. ഇപ്പോഴും അതിൽ തട്ടിത്തടഞ്ഞ് വീഴുമെന്നുള്ള നല്ല പേടി എനിക്കുണ്ട്. അങ്ങനെ ഞങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, ഓരോരോ സംഭവങ്ങളൊക്കെ കണ്ടിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു അതിശയോക്തിയോട് കൂടിയിട്ട് ഞാനതൊക്കെ ഇങ്ങനെ കണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. വേറെ ഏതോ ഒരു ലോകത്ത് ചെന്ന് പെട്ട പോലെ കേട്ടോ. അത് ഒരുപാട് സന്തോഷമുള്ളൊരു ലോകത്ത് ചെന്ന് പെട്ട പോലെ, അല്ലാതെ ഞാൻ ചെന്ന് പെട്ടു ആ സംഭവമല്ല കേട്ടോ. ഭയങ്കര ഒരു ഹാപ്പിനെസ് അവിടെ നടക്കുമ്പോഴൊക്കെ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഓരോരോ സ്ഥലങ്ങൾ കണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് മിഠായികൾ വെച്ചേക്കണേ ഞാൻ കണ്ടേട്ടോ. അപ്പോൾ എന്തെങ്കിലും മിഠായി മേടിക്കാം എന്നുള്ള രീതിയിൽ അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്ന് വെള്ളം ഇറക്കി നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ ഞാൻ ശങ്കരേട്ടൻ്റെ അടുത്ത് ചോദിച്ചു, പൈസ ഉണ്ടാവുമോ മിഠായി മേടിക്കുക എന്നുള്ള രീതിയിൽ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മുഖത്തൊരു ഭാവവ്യത്യാസം കാണാട്ടോ. എന്നിട്ട് ഞാൻ ചിരിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരും. വേറെ ഒന്നല്ല, ആ ഇരിക്കുന്ന മിഠായികൾ ഏതെടുത്താലും 100 ഗ്രാമിന് 200 രൂപയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമാണ് എൻ്റെ മുഖത്ത് കണ്ടത്. അപ്പോൾ അവിടുത്തെ മിഠായി വേണ്ട എന്ന് വിചാരിച്ച് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ വീണ്ടും നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2-3 അങ്ങനെ പാത്രങ്ങളിലായിട്ട് കുഞ്ഞു കുഞ്ഞേ മീനുകളെയൊക്കെ കണ്ടു കേട്ടോ. പിന്നെ അവിടെ നിന്ന് കറങ്ങി നടന്ന് അങ്ങോട്ട് ചെന്നത് ഹോട്ടൽ പോലത്തെ ഒരു സെക്ഷനിലേക്കാണ്. അവിടെ ഫുള്ള് ഫുഡ് ഐറ്റം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നത് ഇവിടുത്തെ ഫുഡിനൊക്കെ ഒടുക്കത്തെ റേറ്റ് ആയിരിക്കുന്നു. അപ്പോൾ ശങ്കരേട്ടൻ എന്താ അവിൽ മിൽക്കാനോ എന്തോ മേടിച്ചു. ഞാൻ ഒരു ചായയും പഴംപൊരിയും വാങ്ങിച്ചു. ചായക്കും പഴംപൊരിക്കും കൂടിയിട്ട് എത്ര 57 രൂപ അങ്ങോട്ട് ആയിട്ടുണ്ടായിരുന്നു. അവൽ മിൽക്കിന് അവിടെ വില കുറവായിരുന്നു കേട്ടോ. 39 രൂപ അങ്ങോട്ട് ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് പക്ഷെ അത് കഴിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. ഞാൻ ചായയും പഴംപൊരിയാണ് കഴിച്ചത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് മേടിക്കണ്ട, ഭയങ്കര റേറ്റ് ആയിരിക്കുന്നു. അത് പറഞ്ഞ പോലെ തന്നെയായി, നല്ല റേറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഒരു പ്രാവശ്യം അബദ്ധം പറ്റുള്ളൂ. പിന്നെ ഫുഡിൻ്റെ കേസല്ലേ എന്നുള്ള രീതിയിൽ പിന്നെ ഞങ്ങൾ കൊടുത്ത് അങ്ങനെ കഴിച്ച് പോന്നു. അപ്പോൾ പോരാൻ നിൽക്കുന്ന സമയത്ത് പിള്ളേർ എന്താ പറയുക കാണിച്ചു തരുന്നൊരു അക്രമം ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. നമ്മുടെ മലയാളി പിള്ളേർ ഒരു സാധനം തൊടരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതവർക്കൊന്ന് തൊട്ട് നോക്കിയാൽ എന്താ ഉണ്ടാവുക എന്നുള്ളത് അറിയണമല്ലോ. അപ്പോൾ പിള്ളേരവിടെ അത് ചെയ്യണത് കണ്ടിട്ട് ഞങ്ങളവിടെ നോക്കി ചിരിച്ചതാണ് കേട്ടോ. ഞങ്ങളങ്ങനെ അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മുകളിലെത്തി, 3ാമത്തെ നിലയുടെ മുകളിലെത്തി. താഴത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഗെയിം കളിക്കാനുള്ള സെക്ഷനൊക്കെ ഉണ്ട്. ഞങ്ങൾ ആ അവസ്ഥയ്ക്കൊന്നും പോയില്ല കേട്ടോ. ജസ്റ്റ് അതിൻ്റെ ഫ്രണ്ട് കൂടെ നടന്ന് വീഡിയോ എടുത്തിട്ട് അങ്ങനെ പോന്നു. ലാസ്റ്റ് തിരിച്ചിറങ്ങാൻ വേണ്ടിയിട്ട് ഈ സംഭവത്തുമ്മ കയറണം. അപ്പോൾ എന്നോട് ഒറ്റയ്ക്ക് കയറാൻ വേണ്ടി പറഞ്ഞിട്ട് ശങ്കരേട്ടൻ കുറേ നേരം വീഡിയോ എടുക്കാൻ വേണ്ടി നിന്ന് നോക്കി. ഒരു 10 മിനിറ്റോളം ഞാൻ അവിടെ നിന്നു. പക്ഷെ ഞാൻ അതും കൂടെ ഇറങ്ങിയില്ല. എനിക്കത് കാണുമ്പോൾ തന്നെ തലചിറ്റുന്നുണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ സ്റ്റെപ്പ് വെക്കാൻ വേണ്ടിയിട്ട്, ഒറ്റയ്ക്ക് വെക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റണ്ടേ. എനിക്ക് ഈ സംഭവം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് തലചിറ്റായിരുന്നു. അപ്പോൾ കാരണം ഞാൻ എന്താ പറയുക വിദഗ്ധമായി പിന്മാറി. എന്നിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് കേട്ടോ അതുകൂടെ ഇറങ്ങിയത്. അതല്ല വെച്ചെങ്കിൽ ഞാൻ അവിടെ നിൽക്കും, ഞാൻ അവിടെ നിന്ന് പോരില്ല, എനിക്ക് പേടിച്ചിട്ട്. എന്നിട്ട് ഞാൻ കെട്ടിമറിഞ്ഞ് വീഴാൻ പോയി സത്യം പറഞ്ഞാൽ. അങ്ങനെ ഞങ്ങൾ അതിനുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങി. ശരിക്കും അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വിഷമമായിട്ടോ. ഇനിയിപ്പോൾ ഇങ്ങനത്തെ സംഭവമൊക്കെ കാണാൻ വേണ്ടിയിട്ട് എന്ന് വരും എന്നുള്ളൊരു സങ്കടത്തോട് കൂടിയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ വഴിക്കയിൽ പോന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ അതിൻ്റെ ഉള്ളിൽ അവിടെ നിന്ന് ഇറങ്ങണേറ്റ് മുന്നേ ഫോറിനേഴ്സിനെ കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ കൂടെ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു കേട്ടോ. അവരുടെ പെർമിഷനൊക്കെ ചോദിച്ചിട്ടാണ് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അതെനിക്ക് ഒത്തിരി സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ ക്ലാസ്സിലെത്തി. അങ്ങനെ ഞങ്ങളിതാ യാത്രയൊക്കെ പോയി വന്നു. പരിപ്പളകിയില്ലേ? നമ്മളെന്നിട്ട് ശങ്കരേട്ട അത്ര വലിയ ശോഭാ സിറ്റിയിൽ പോയിട്ട് വാങ്ങിച്ചത് എന്താ കാണിച്ചത്? ആ വില കൂടിയ സാധനം കാണിച്ചു കൊടുക്കൂ.
നമ്മൾ വില കൂടിയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് ബിസ്ക്കറ്റ് 40 രൂപയുടെ ഓഫറുള്ള ബിസ്ക്കറ്റ് 2 പിന്നെ 20 രൂപ അങ്ങനെ 2 മേടിച്ച്. പിന്നെ പാത്രം ഓഫറിന് ഒരെണ്ണത്തിന് 40 രൂപ, ഓഫറിന് ഒരെണ്ണത്തിന് 20 രൂപ വെച്ചിട്ട് കിട്ടി. പിന്നെ പാത്രം ഇത് ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ അവിടുത്തെ പാത്രം കഴുകുന്നതിൻ്റെ അവിടെ കൊണ്ടുവച്ചു, ഇവിടെ ക്ലാസ്സിൽ ഫുഡ് കഴിച്ച് കഴുകാൻ വേണ്ടിയിട്ട്. ഇത് 3 ഉണ്ടായിരുന്നു. ഇത് ഭയങ്കര വില കുറവായിട്ട് എനിക്ക് തോന്നി. കാരണം ഇത് വേറൊരു കടയിൽ ഞാൻ മേടിച്ചപ്പോൾ ഒരെണ്ണത്തിന് തന്നെ നല്ല വില ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് 3 39 രൂപ 35 രൂപ. അപ്പോൾ ഇത് നല്ല ലാഭം തോന്നി. ഇപ്പോൾ ഇത് മേടിച്ചതുകൊണ്ട് പാത്രം കഴുകാൻ നല്ല സുഖമാണ് കേട്ടോ. അപ്പോൾ ഇത് 2 വില കൂടിയ സാധനങ്ങളാണ് ഞങ്ങൾ അവിടെ പോയിട്ട് മേടിച്ചത്. പിന്നെ ഞങ്ങളവിടെ കുറേ സംഭവങ്ങൾ കണ്ടു. പൈസ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ വാങ്ങിച്ചില്ല. ഞങ്ങൾക്ക് അതിൻ്റെ അഹങ്കാരമൊന്നുമില്ല, കാശില്ലാത്തതിൻ്റെ. ഞങ്ങൾ റിച്ച് ആവുന്ന കാലത്ത് മേടിക്കും അല്ലേ. ഞങ്ങളൊരു ദിവസം പോകുന്നൊക്കെ ഞങ്ങൾക്ക് ലോട്ടറി അടിക്കട്ടെ, ഞങ്ങൾ പോകുന്നു അവിടെ പോയിട്ട് ഡ്രസ്സ് മേടിക്കും. അങ്ങനെ കുറേ ഡ്രസ്സുകൾ അവിടെ കണ്ടു വെച്ച് വന്നിട്ടുണ്ട്. പൈസ ഉള്ളപ്പോൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം കണ്ടുവച്ചിട്ട് പോകുന്നുണ്ട് ഇല്ലേ. ഞങ്ങൾ മേടിക്കും. ഒരാളോടെ ബിസ്ക്കറ്റ് പൊട്ടിച്ച് അടിക്കാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. ടേസ്റ്റ് ഉണ്ടോ നോക്കിയത്? ക്രീം ബിസ്ക്കറ്റാ. മധുരം ഇഷ്ടമില്ലാത്ത ആളാണ് ഈ ക്രീം ബിസ്ക്കറ്റ് ഇളക്കാൻ പോണേ. അത് വണ്ടിയുടെ മുകളിൽ വരുമ്പോൾ പൊട്ടിയതായിരിക്കും. ഞാൻ മടിയിൽ കവർ വെച്ചിട്ട് ഇരുന്നു, ഒരെണ്ണം പൊട്ടിയത്. ടേസ്റ്റ് ഉണ്ടാവും. സ്ട്രോബെറിയുടെ ഫ്ലേവറാണ് മേടിച്ചത്. എപ്പോഴും ബിസ്ക്കറ്റൊക്കെ മേടിക്കുമ്പോൾ ചോക്ലേറ്റിൻ്റെ ഫ്ലേവറാണ് മേടിക്കാറ്. അപ്പോൾ ഇപ്രാവശ്യം സ്ട്രോബെറിയുടെ ഫ്ലേവർ മേടിച്ചു. സൂപ്പർ. ഞാൻ ഇപ്പോൾ സമയം 5:35 ഇനി വീട്ടിൽ പോകണം. വീട്ടിൽ പോയിട്ട് കുളിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങണം. നല്ല ക്ഷീണമുണ്ട്. വേലങ്ങാങ്കുന്നൊക്കെ പോയിട്ട് അവിടെ ഒന്നും ഇല്ലാണ്ട് ഞങ്ങൾ പ്ലിങ്ങിയിട്ട് പോകുന്നു. പക്ഷേ വേലങ്ങാങ്കുന്ന് പോയിച്ചിങ്ങനെ ശോഭ സിറ്റിയിൽ പോവില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അവിടേക്ക് പോകാൻ നന്നായി. അത് കാരണം കൊണ്ട് ശോഭ സിറ്റി പോയി കാണാനും നന്നായി എൻജോയ് ചെയ്യാനൊക്കെ പറ്റി. ഓക്കെ, അപ്പോൾ ഇനി വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ടാവും ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ഒരു ബായ് പറയോ ശങ്കരേട്ടാ? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയോ? രമ്യയുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ പറ. എന്ത് സാധനങ്ങളാടോ, ഒരാളെന്നെ സപ്പോർട്ട് ചെയ്യില്ല. എന്താ കുടിക്കണേ? കുടിച്ചോളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ഗൈസ്.